ഗുഡ് മോർണിംഗ്. OTM ട്രേഡറിൻ്റെ ലൈവ് ട്രേഡിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9 മണിയായിട്ടുള്ളൂ. മാർക്കറ്റ് സ്റ്റാർട്ടായിട്ടില്ല. നമുക്ക് മാർക്കറ്റിൻ്റെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. നിഫ്റ്റി 24,300 നിൽക്കുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്ത്. നമുക്ക് ഗ്ലോബൽ ഇൻഡൈസസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഗ്ലോബൽ ഇൻഡൈസസിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഡൗൺ കാണിക്കുന്നത്. ഡൗ ഫ്യൂച്ചർ അപ്പാണ്. നാസ്ഡാക്ക് ഡൗ ഒക്കെ ഡൗൺ ആണ്. പിന്നെ സിംഗപ്പൂർ അപ്പാണ്. ജപ്പാൻ ഡൗൺ ആണ്. ഹോങ്കോങ് അപ്പ്. യൂറോപ്പ് 2 സ്ഥലത്ത് ഡൗൺ ആണ്. അപ്പോൾ ഏകദേശം ഒരു 50-50 റേഞ്ചിലാണ് ഇന്ന് പോണത്. സൈഡ് വേസ് ആവാം, ഇല്ലേ ഒരു ഡൗൺ സൈഡ് ആവാം. എന്താണെങ്കിലും നമ്മൾ എങ്ങനെയാണോ മാർക്കറ്റ് ബിഹേവ് ചെയ്യണത് അതേപോലെ ട്രേഡ് എടുക്കും. ഓക്കെ. പിന്നെ നമുക്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. നിഫ്റ്റിയുടെ ലെവൽസ് ഞാൻ ഇന്നലെ വരച്ചിട്ടുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന എല്ലാ വരയും കൂടി ഞാൻ മാറ്റി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇന്നലത്തെ മാത്രം ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 24,319 ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ നമ്മൾ കാണുന്ന 24,182 വന്നിട്ട് ചിലപ്പോൾ ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അപ്പ് സൈഡിലേക്കൊരു ട്രേഡ് എടുക്കാം. പിന്നെ കാരണം അവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് പോയിൻ്റാണ് ഈ പോയിൻ്റിൽ വന്നിട്ട്, അതായത് ഈ പോയിൻ്റ് ഈ കറക്റ്റ് ലെവലിൽ മാർക്കറ്റ് വന്നിട്ട് ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാം. ഇൻ കേസ് ഇനി ഒരു ഗ്യാപ്പ് അപ്പാണെങ്കിൽ ഈ ഒരു 200 EMA ഒരു സപ്പോർട്ട് ലെവലാണ്, ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഈ 200 EMAയുടെ ഈ ടിപ്പ് അവിടെ നിന്ന് ചിലപ്പോൾ താഴത്തേക്കായിരിക്കാം. അപ്പോൾ അവിടെ വന്നിട്ട് റിജക്ഷൻ കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് താഴേക്കൊരു ട്രേഡ് എടുക്കും. പിന്നെ സൈഡ് വേസ് ആണെങ്കിൽ ട്രേഡ് എടുക്കില്ല. നോക്കിയിട്ട് ചെറിയ ഒരു പ്രോഫിറ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്ന് അങ്ങനെയാണ് നമ്മളുടെ പ്ലാന്. പിന്നെ വേറെ ലെവൽസൊന്നും ഞാനിപ്പോൾ വരയ്ക്കുന്നില്ല. മാർക്കറ്റൊക്കെ അപ്പായി. മാർക്കറ്റൊക്കെ ഒരു ഇതൊന്നുകൊണ്ട് വരട്ടെ. നമുക്ക് എന്തായാലും ഈ ഒരു ലെവൽ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ലെവൽ. ഓക്കെ, ഇതാണ് മേളിലേക്കുള്ളതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ. ഇനി EMA ക്രോസ് ചെയ്ത് മേളിൽ പോയാലും ആ ഒരു ലെവൽ ക്രോസ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. നമുക്ക് നോക്കാം. എന്തായാലും അത്രയൊന്നും നമ്മളെന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. മേളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എടുക്കും എന്തായാലും. ഗ്യാപ്പ് അപ്പൊക്കെ ആണെങ്കിൽ ആ EMA ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ട്രേഡ് എടുക്കും. ഓക്കെ. പിന്നെ ഇനി മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് നോക്കാം. ഇത് മണി കൺട്രോളിൻ്റെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ കാണിക്കുന്ന ഒരു സംഭവമാണ്. മണി കൺട്രോൾ ആപ്പിൽ നമ്മളത് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി 50 കാണിക്കുന്ന ഡൗൺ സൈഡാണ്. അഡ്വാൻസ് 1 ഉള്ളൂ. ബാക്കി ഡിക്ലൈൻ വന്നേക്കണ 49. അപ്പോൾ നമുക്കൊരു ഡൗൺ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമ്മളിനി അതുപോലെ ചെയ്യും. കാരണം ഈ ഡൗൺ സൈഡിൽ കാണിക്കുന്നത് ഇവരൊക്കെയാണ്. പക്ഷെ ഇത് അപ്ഡേറ്റ് ആകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് അത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് എല്ലാം ഡൗൺ ട്രെൻഡിലാണ് എല്ലാ സ്റ്റോക്സും. ഓക്കെ, നമുക്കത് നോക്കി. ഇതൊക്കെയാണ് ആ ലിസ്റ്റ്. ഇനിയിപ്പോൾ 5 മിനിറ്റ് കൂടി മതി മാർക്കറ്റ് ഓപ്പൺ ആവാൻ. അപ്പോൾ നമുക്ക് അറിയാം താഴേക്കാണ്. ഗ്യാപ്പ് ഡൗൺ ആയിരിക്കാം മിക്കവാറും. കാരണം ഇത്രയും ഡിക്ലൈൻ വന്ന സ്ഥിതിക്ക് ഗ്യാപ്പ് ഡൗൺ തന്നെ ആയിരിക്കും വരുന്നത്. ഇത് നല്ലൊരു ടൂളാണ് അത് മനസ്സിലാക്കാനായിട്ട്. നമ്മൾ ട്രേഡറിന് എടുത്തിട്ടുണ്ട്. ഞാൻ ആ വരച്ചിട്ട ലെവൽ ക്രോസ് ചെയ്യാനാണ്ടപ്പോൾ ട്രേഡ് എടുത്തതാണ്. പക്ഷേ അത് റിവേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാറായിട്ടുണ്ട്. 100 എബോ ലോസായി. 130. അത് മിക്കവാറും സ്റ്റോപ്പ് ലോസ് അടിക്കാനാണ് സാധ്യത. അതൊരു മണ്ടത്തരം പറ്റി. ഞാൻ കുറച്ചൊന്ന് ലെവൽസൊക്കെ ആയിട്ട് എടുത്താൽ മതിയായിരുന്നു. ഞാനങ്ങനെ അത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടപ്പോൾ ചാടി കയറി എടുത്താണ്. അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ് സൈക്കോളജി കേട്ടോ. ട്രേഡിങ് സൈക്കോളജിയിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 182 രൂപ ലോസായി. മിക്കവാറും ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കും. അടിച്ച് സ്റ്റോപ്പ് ലോസ് അടിച്ച് മോനെ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ 3G അടിച്ച്. പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് എടുത്തിയാട്ടം കൂടിപ്പോയി. ഞാൻ
കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു, കുറച്ചൊന്ന് ലെവൽസൊക്കെ ആയിട്ട് എടുക്കേണ്ടിയിരുന്നു. താഴത്തെ ലെവൽ ക്രോസ് ചെയ്യാൻ കണ്ടപ്പോൾ അവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്ത്. കുഴപ്പമില്ല, ഇപ്പോൾ പ്രോഫിറ്റിലാണ്. നോക്കാം നമുക്ക്. താഴേക്ക് നല്ല സ്പൈക്ക് കണ്ടപ്പോൾ എടുത്തതാണ്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടില്ല, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. വിചാരിച്ചാൽ അത് താഴേക്ക് ഇറങ്ങി പോരുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ലോസ് കവർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് വെക്കട്ടെ, ഒരു 29.05 ആകുമ്പോൾ 8 പോയിൻറ്റ്സ് കുറയും. ഓക്കെ, 05 ഒരു 8 പോയിൻറ്റ്സ് കുറച്ചിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 200 റുപ്പീസ് സ്റ്റോപ്പ് ലോസ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് സെറ്റായിട്ടുണ്ട്. പിന്നെ താഴെ ഇപ്പോൾ പ്രോഫിറ്റിലാണ്, ഒരു 20 റുപ്പീസ് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റ് കയറുന്നുണ്ട്. ഇറങ്ങി പോരുകയാണെങ്കിൽ പ്രോഫിറ്റ് അത് ഇപ്പോൾ ഉള്ള ലോസും കവർ ചെയ്തിട്ട് ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ആവാം. പ്രോഫിറ്റ് തന്നെയാണ്, കുഴപ്പമില്ല. എനിക്ക് തോന്നണത് താഴേക്ക് വന്നിട്ട് ഈ ബ്ലൂ ലൈനില്ലേ 24,182 ബ്ലൂ ലൈൻ ടച്ച് ചെയ്തിട്ടായിരിക്കും പിന്നെ മേളിലേക്ക് പോവുക. അത് അവിടെ വരെ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ കഴിഞ്ഞ തവണത്തെ ലോ അവിടെയാണ്. ആ ലോ വന്നിട്ട് ചിലപ്പോൾ കയറി പോവുള്ളായിരിക്കും. അയ്യോ, ഇത് വീണ്ടും ലോസ് ആവണ്ടല്ലോ. ഇത് കയറി പോയാൽ ഇന്ന് 2 തവണ അടുപ്പിച്ച് പണി കിട്ടും. എനിക്കെന്താണോ, ഞാൻ കുറച്ച് നേരം നിന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇതിങ്ങനെ താഴെ പോകണുണ്ടപ്പോൾ എന്നാൽ പിന്നെ എടുത്തേക്കാന്ന് കരുതി ചാടി കയറി എടുക്കണതാണ് പറ്റണത്. എനിക്ക് ആ ഒരു സംഭവം ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല, ചാടി കയറി എടുക്കലേ. അതായത് ഒരു അഗ്രസീവ് ട്രേഡാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. ഞാൻ രാവിലെ തന്നെ വന്ന് 10-ാമത്തെ മിനിറ്റിൽ ഒരു ട്രേഡ് എടുത്ത് 15-ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ട്രേഡ് എടുത്തേക്കാണ്. ഇതിന്ന് രണ്ടും ഫ്ലോപ്പായി കഴിഞ്ഞാൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ഇന്ന് വേറെ ട്രേഡ് എടുക്കാൻ പറ്റില്ല. വീണ്ടും പ്രോഫിറ്റ് വന്നുണ്ട്. പ്രോഫിറ്റ് വരാണെങ്കിൽ ഓക്കെ, വരണമെങ്കിലും കവർ ചെയ്തിട്ട് പിന്നെ കോസ്റ്റ് ഇറങ്ങാൻ പറ്റിയാലും മതിയായിരുന്നു. ഇപ്പോൾ നമ്മൾ എപ്പോഴും ലോസ് പോകുമ്പോൾ വിചാരിക്കണം അങ്ങനെ, കോസ്റ്റിലെങ്കിലും ഇറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ വിചാരിക്കും എപ്പോഴും. അതേപോലെ തന്നെ വിചാരിക്കാം. പക്ഷേ മിക്ക സമയങ്ങളിൽ അങ്ങനെ നടക്കാറില്ല. ലോസ് തന്നെ പോയി ഒന്നല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും, അല്ലെങ്കിൽ വാഷ് ഔട്ട് ആവും. ഇങ്ങനെയൊക്കെ തന്നെയാണ് പതിവ്. അപ്പോൾ ഇതിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കണോണ്ട് അത്രയല്ലേ പോകുള്ളൂ എന്ന് വിചാരിക്കാം. പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്, പിന്നെ ലോസായി. ഇതിപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ്പ് മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഡൗൺ മൂവ്മെൻറ്റോ ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കണതാണ്. അതാണ് വേണ്ട. 30 രൂപ വീണ്ടും കയറി, അല്ല കുറയുന്നുണ്ട്. ഇതെനിക്ക് തോന്നണില്ല. കാരണം മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒറ്റ മൂവ്മെൻറ്റിൽ തന്നെ താഴെ പോകുന്നേനെ, ഒറ്റ സ്ട്രൈക്കിൽ തന്നെ താഴെ പോകുന്നേനെ. ഇതിനിപ്പോൾ അവിടെ നിന്നിട്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ എന്നാണ് തോന്നുള്ളത്. ഇനിയിപ്പോൾ ഇഴഞ്ഞ് വരാനാണ് സാധ്യതയുള്ളൂ. ബാങ്ക് നിഫ്റ്റിയൊക്കെ നല്ല ഫോള് വന്നിട്ട് ആ ക്രോസ് ചെയ്ത ലെവല് ക്രോസ് ചെയ്ത് താഴെ പോകുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയും പിന്നെ നിഫ്റ്റിക്കും അത് തന്നെ മൂവ്മെൻറ്റ് വന്നേക്കണം. പക്ഷേ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ചെറിയ മൂവ്മെൻ്റ് ആണെന്നുള്ളൂ. നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് കണ്ടില്ലേ? അയ്യോ, മുകളിൽ കയറിയോ? 242. ഇത് മിക്കവാറും പണിയാവുന്നു എനിക്ക് തോന്നണില്ല. അത്രയും കയറിയ സ്ഥിതിക്ക് താഴെ ഇറങ്ങുന്നുണ്ടല്ലോ. അവിടെ നിന്ന് ചാടുമോ തോന്നണില്ല. കാരണം അവിടെ നല്ലൊരു ബൈ മൂവ്മെൻറ്റ് വന്നു. അവിടെ നല്ല മൊമെൻറ്റത്തിൽ ബൈ വന്നിട്ടുണ്ട്. താഴേക്ക് അത്രയും പോന്നിട്ട് പിന്നെ നല്ല മൊമെൻറ്റത്തിൽ ബൈ കയറിയിട്ടുണ്ട്. 24,300 ഓപ്ഷൻ ചെയിനിൽ കാണാം. പക്ഷെ നല്ല മേളിൽ നിന്ന് നല്ല സെല്ലിങ് പ്രഷർ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങാത്തതെന്ന് മനസ്സിലാവണില്ല. 24,300 കവർ ചെയ്ത് താഴെ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച താഴേക്ക് തന്നെ പോകുന്നു. പിന്നെ ഉള്ളത് 24,000 ബൈങ് പ്രഷർ ഉള്ളത്. പക്ഷെ ഇത് മേളിലേക്ക് തന്നെ ഉള്ള പോകണം. 100 ഇത് കയ്യിൽ നിന്ന് പോയി, ഇന്ന് കയ്യിൽ നിന്ന് പോയി. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട്. ചാടിക്കയറി ട്രേഡ് എടുക്കൽ സ്റ്റോപ്പാക്കാനുണ്ട്. ഇപ്പോൾ 1-2 കാര്യങ്ങൾ ക്ലിയറായി.
അത് ഓരോ ദിവസം അങ്ങനെ ക്ലിയറാക്കി വന്നു. ഞാൻ ഇന്ന് ഇങ്ങനെ എടുക്കരുതെന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ് വീഡിയോ ക്ലോസ് ചെയ്തത്. പക്ഷേ ഇന്ന് ഞാൻ വീണ്ടും പോയി ഇങ്ങനെ തന്നെ ഇതെടുത്ത് 140. ഇത് കയ്യിൽ നിന്ന് പോയ മട്ടാണ്. ഇതിന് തിരിച്ച് കിട്ടാൻ വഴിയില്ല. കാരണം അവിടെ കിടന്ന് കളിച്ച് ഉള്ളത് ഇല്ലാതാവും. മിക്കവാറും ഒന്ന് അടിക്കാൻ സാധ്യത. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഇനി ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ എന്തായാലും അത് ഞാൻ ഉറപ്പിച്ച് ഇനി എന്തായാലും ചാടി കയറി ട്രേഡ് എടുക്കണില്ല. ഒരു 1/2 മണിക്കൂർ എന്തായാലും മാർക്കറ്റ് ഇങ്ങനെ കളിച്ചിട്ട് എവിടെയാണ് എങ്ങോട്ടാണെന്നൊരു ഡയറക്ഷൻ കിട്ടിയിട്ട് ഇനി ട്രേഡ് എടുക്കണുള്ളൂ. അത് ഞാൻ എന്തായാലും ഉറപ്പിച്ച് വെച്ചാൽ. പിന്നെ ഇനിയിപ്പോൾ നാളെ എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേയുടെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പെട്ടെന്ന്. എന്തായാലും അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. നാളെ ട്രേഡ് ചെയ്യും. നാളെ നോക്കിയിട്ട് ചെയ്യാം. ഇന്നത്തെ ട്രേഡിൻ്റെ അവസ്ഥ ഇതാട്ടോ. ഞാൻ ഏകദേശം ഇവിടെ നിന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ഇതാണ്. ഇതല്ലേ? അതന്നെ. ഈ പോയിൻ്റിൽ നിന്നാണ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത് 9:15. പിന്നെ അത് കഴിഞ്ഞത് താഴെ ടൈമും ഡേറ്റും കാണാം കേട്ടോ. ഈ ഭാഗത്ത് കാണാത്ത അടിയിൽ ഈ ഭാഗത്ത് കണ്ട ടൈം ഡേറ്റും ഓക്കെ. അപ്പോൾ 9:15 ട്രേഡ് തുടങ്ങിയത്. ട്രേഡ് എടുത്ത് 200 റുപ്പീസ് ലോസ് വന്ന് രണ്ടാമത്തെ ട്രേഡും ഈ മൂന്നാമത്തെ ക്യാൻഡിലിൽ നിന്ന് രണ്ടാമത്തെ ട്രേഡ് എടുത്ത് അതും ഉദാഗവ. അത് 5-ാമത്തെ ക്യാൻഡിലിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച്. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വേറെ വർക്കിലായിരുന്നു. അപ്പോൾ അങ്ങനെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണ്ടായിരുന്നു. പക്ഷേ എനിക്ക് റെക്കോർഡ് ചെയ്യാനുള്ളൊരു സെറ്റപ്പിലല്ലായിരുന്നു. അതും അടിച്ച് അങ്ങനെ കറക്റ്റ് 400 റുപ്പീസ് നമുക്കിന്ന് ലോസ്. 2 ട്രേഡിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് കണ്ട. എനിക്ക് ഇത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നല്ല 1-2 മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇന്ന് നമുക്ക് ഒരു സൈഡ് വേ മൂവ്മെൻറ്റ് തന്നെ പറയാൻ പറ്റുള്ളൂ. കാര്യം ഡൗൺ ആയിരുന്നെങ്കിലും ഡൗൺവേർഡ് ട്രേഡ് കംപ്ലീറ്റ് ഡൗൺവേഴ്സ് ആയിരുന്നെങ്കിലും പക്ഷേ ഇതൊരു സൈഡ് വേസ് പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ കണ്ടില്ലേ, ഞാനിപ്പോൾ ഈ വരച്ചിട്ടേക്കുന്ന ആ ഒരു ലൈനിൽ തന്നെ കിടന്നിട്ടാണ് വന്നിട്ടുള്ളൂ. വലിയ മൂവ്മെൻ്റ് ഒന്നും മാർക്കറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇന്ന് സെല്ലേഴ്സ് മാർക്കറ്റായിരുന്നു. ഇന്ന് ബയ്യേഴ്സിനെ 3G ആക്കണ മാർക്കറ്റായിരുന്നു ഇന്ന് ഫുള്ള്. അപ്പോൾ എനിക്ക് തോന്നണ അങ്ങനെയാണ്. പിന്നെ ഇവിടെ വന്നിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്നൊരു ബ്രേക്ക് ഔട്ടാണ് നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടുന്നൊരു ബ്രേക്ക് ഔട്ട്. എന്നിട്ട് ഇനി അവിടെ നിന്ന് തീരുമാനിക്കാമല്ലോ. ഇവിടെ മേളിലൊരു സംഭവമുണ്ട്, 24,296 ഉണ്ട്. അവിടെ നിന്നും ബ്രേക്ക് ഔട്ട് പോയി കഴിഞ്ഞാൽ മേളിലേക്ക് പോകും. ഇല്ലേ അവിടെ നിന്ന് തട്ടി നേരെ താഴേക്ക് വരും. പിന്നെ ഓപ്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ നമുക്കിവിടെ താഴെ കാണാം. കോൾ സെല്ലേഴ്സ് കൂടുതലാണ്, പുട്ട് സെല്ലേഴ്സ് കുറവാണ്. അതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ, 24,200 അവിടെ നിന്ന് 24,200, 24,300 എല്ലായിടത്തും കോൾ സെല്ലേഴ്സാണ് ഏറ്റവും കൂടുതൽ. കോൾസാണ് ഏറ്റവും കൂടുതൽ, പുട്ട് കുറവാണ്. അപ്പോൾ അതിനർത്ഥം മിക്കവാറും അത് താഴേക്ക് തന്നെയാണ് ട്രെൻഡ്. പക്ഷേ ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഇവിടെ സ്റ്റോപ്പ് ആയേക്കുന്നത്. അപ്പം ഇനി അവിടെ നിന്ന് നാളെ എങ്ങനെ പോകുമെന്നുള്ളത് നാളെ കണ്ടറിയണം. എടുക്കുന്ന ട്രേഡാണ് എനിക്ക് വിനയായത്. രണ്ട് ട്രേഡോടെ എൻ്റെ പരിപാടി കഴിഞ്ഞ്. കണ്ടില്ലേ, ഈ ഒരു 15-20 മിനിറ്റ് കൊണ്ട് എൻ്റെ ട്രേഡിൻ്റെ, അതായത് ഇന്നൊരു ദിവസം എനിക്ക് ആകെ ട്രേഡിങ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയാണ് ആകെ ഈ ഒരു 20 മിനിറ്റാണ്. അതോടെ എൻ്റെ ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടി വന്നു ഈ ഒരു ലോസ് കൊണ്ട്. അപ്പോൾ ഇനി മുതൽ ഞാൻ എന്തായാലും മാർക്കറ്റ് കുറച്ച് മൂവ്മെൻറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ലെവൽസൊക്കെ ആയിട്ടേ ഞാൻ ഇനി ട്രേഡ് ചെയ്യുള്ളൂ. അത് ഞാൻ ഇനി ഉറപ്പിച്ചേസാണ്. ഓക്കെ, നമുക്കെന്തായാലും ട്രൈ ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ട്രേഡിങ് സൈക്കോളജി ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ കൂടുക, എല്ലാവരും ട്രേഡിങ് സൈക്കോളജിയൊക്കെ ചേഞ്ച് ആക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് ആരും ലോസൊന്നും വരച്ച് വയ്ക്കേണ്ട. ഞാൻ ചെയ്യുന്നത് എന്താണോ അത് ഞാൻ ജസ്റ്റ് കാണിക്കുന്നത്. എൻ്റെ തെറ്റുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് തെറ്റ് വരാൻ സാധ്യതകൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ തിരുത്തണമെന്ന്, ഇങ്ങനെയൊക്കെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. ഈ തെറ്റുകളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ പ്രയോഗിക്കണം എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് ഇതിൽ കൂടി തരാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രേഡിംഗ് വിശേഷങ്ങൾ. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ
വീണ്ടും കാണാം. ബൈ. താങ്ക് യു.